എല്ലാവർക്കും ഷെരീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ എന്നല്ല തന്നിട്ടുള്ളത്, ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആണ്. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പരീക്ഷിച്ചിട്ടുള്ള ഒരു ടിപ്സാണ്. നല്ല അടിപൊളി ടിപ്സാണ്. അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ തടത്തിലെ കരിവാളിപ്പും മൂക്കിൻ്റെ അവിടുത്തെ കരിവാളിപ്പും പിന്നെ താഴയുടെ അവിടെയൊക്കെ കരിവാളിപ്പ് ഉണ്ടാവില്ലേ, അതൊക്കെ പോവാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടാ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്കിതാ ഒരു സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു സ്പൂണല്ല, ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതാ നമ്മുടെ തൈരില്ലേ, തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല കട്ടായിട്ടുള്ള തൈര് തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഏത് കമ്പനിയുടെ കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ക്വാളിറ്റി ഉള്ളതായിക്കോട്ടെ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ ഒരു ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ അത് മതിയാവും. ഒരുപാട് വെള്ളമൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ കുറവാണ്. അപ്പോൾ നമ്മൾ തൈരിൻ്റെ കുപ്പിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലത്തെ തൈര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ തന്നെ ചുവറ്റെടുത്ത് അതിലുള്ള തൈരും കൂടി അതിൻ്റെ കൂടെ വരുമല്ലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാതൊന്നും പിടിക്കണ ലെവലിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ കാണിച്ചു തരില്ല. ഇത്തിരിയും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എവിടെ കട്ട കുത്തി നിൽക്കാത്ത ലെവലിൽ എടുക്കണേ. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒന്ന് സെറ്റ് ആവാനായിട്ടാണ്. അപ്പം അതിനുശേഷം എടുത്തിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാറില്ലേ, എനിക്ക് എത്രയോ ബെറ്ററാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ കണ്ണിൻ്റെ തടത്തിലും ഒക്കെ കണ്ണിലേക്ക് ആവാത്ത ലെവലിൽ കണ്ണിൻ്റെ തടത്തിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അവിടെയൊക്കെ നമുക്കൊന്ന് ചെറുതായി കരിവാളിപ്പ് വരുന്ന സ്ഥലങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖം ആദ്യം നല്ലൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്തിട്ടാ. തണുപ്പുള്ളതുകൊണ്ട് നല്ലൊരു സുഖം ഇട്ട് കൊടുക്കുമ്പോൾ. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ കഴുത്തിലും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മുഖം ഒരു കളറും കഴുത്ത് വേറൊരു കളറും ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ. അപ്പോൾ എല്ലായിടത്തും ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് എടുക്കട്ടെ. 20 മിനിറ്റ് ആയാലും മതി. പക്ഷെ ഞാനൊരു 1/2 മണിക്കൂറോളം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെ നമുക്ക് നോക്കി നോക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മളെ ഫേസ് പാക്കൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ആകെ കണ്ടില്ലേ, കാപ്പി കളറായിട്ടുണ്ട്, ഉണങ്ങിയിട്ട് ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഗേസ് നമ്മൾ മുഖമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടാ കണ്ടില്ലേ, നമ്മുടെ മുഖത്ത് നല്ലൊരു തെളിച്ചം വന്നിട്ടില്ലേ, കരിവാളിപ്പൊക്കെ പോയിട്ട് നല്ല അടിപൊളിയുണ്ട്, കഴുത്തൊക്കെ നല്ല ക്ലീൻ ആയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫേസ് പാക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക്. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യണമല്ലോ ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ പല ബ്യൂട്ടി ക്രീമും അതും ഇതൊക്കെ മേടിക്കണേക്കാളും നല്ലത് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നല്ല നാടൻ രീതിയിലൊക്കെ ഫേസ് പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുകയല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇതും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.